ഹായ് ഹലോ നമസ്കാരം. സിമ്പിൾ വ്ളോഗ്സ് ആൻഡ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് യൂട്യൂബിലും ടിക്ടോക്കിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഷെഫ് പിള്ളയുടെ ഒരു ഡിഷാണ്. അതെ, തേങ്ങാപ്പാലിൽ വറ്റിച്ച ഫിഷ് കറി. ഷെഫ് പിള്ള ആവോലിയിൽ ചെയ്തത് നമ്മളിവിടെ തിലാപ്പിയൽ ട്രൈ ചെയ്ത് നോക്കാൻ പോകണം. അപ്പം പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം. ഈ സിമ്പിൾ റെസിപ്പിയിലേക്ക് വേണ്ട സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് തിലാപ്പിയ. ഇതിൽ നമ്മൾ ചെറിയ 2 പീസാണ് എടുത്തിരിക്കുന്നത് തിലാപ്പിയുടെ. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇത് കണക്ക് ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ വെളിച്ചെണ്ണ. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാലാണ്. ഇത് തേങ്ങയുടെ 1-ാം പാൽ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ആദ്യം നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഈ മീൻ മാരിനേറ്റ് ചെയ്യാൻ നേരത്ത് മീനിലേക്ക് ആദ്യം കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മതി, കുരുമുളക് പൊടി, ഇതിലേക്കൊരു നാരങ്ങ പൊടി അങ്ങോട്ട് പിഴിഞ്ഞ് വയ്ക്കുക. ഒരു തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടിയായിട്ട് നന്നാണക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഫിഷ് ആയാലും മീറ്റ് ആയാലും ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കാൻ നല്ലതാണ്. അതാകുമ്പം ആ മസാലയൊക്കെ നല്ല കണക്ക് അതിൻ്റെ അകത്തേക്ക് പിടിക്കും. അങ്ങനെ നമ്മുടെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഒരു ഫ്രൈങ് പാൻ വെച്ച് ഫ്രൈങ് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയാണ്. ഈ ഡിഷ് വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഷെഫ് പിള്ളയുടെ റെസിപ്പിയാണിത്. പുള്ളി അതിൻ്റെ അകത്ത് ചെയ്യുന്നത് ആവോലി വെച്ചിട്ടാണ്, വെള്ള ആവോലി. നമുക്കിത് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഏത് മീനിലും വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കരിമീനിലാണെങ്കിൽ അടാറ് ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ നമുക്ക് കരിമീൻ കിട്ടാത്തതുകൊണ്ട് നമ്മളിപ്പം തിലാപ്പിയിലാണ് ചെയ്ത് നോക്കുന്നത്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇടാം. ആ കറിവേപ്പില അങ്ങനെ അങ്ങ് പൊട്ടി വരുമ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ആ കറിവേപ്പിലയുടെ മുകളിലേക്ക് അങ്ങ് എടുത്തിടാം. ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവർ ഫിഷിലേക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ. നമ്മൾ സാധാരണ മീൻ വറക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഫ്ലേവർ, ആ കറിവേപ്പിലയുടെ ഫ്ലേവറും നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല നമുക്ക് ഫ്രൈ ആയി വരും, അടി പിടിക്കത്തുമില്ല. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് നോക്കാം. കാരണം ഇത് നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുന്ന നമുക്ക് അത്രയും മുരിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ശരിക്കും മുരിഞ്ഞ് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് പോകും. അങ്ങനെ നമ്മുടെ ഫിഷ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഫ്രൈ ആയി വന്ന ഫിഷിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പാലുണ്ടല്ലോ, 1-ാം പാൽ, ഫിഷൊക്കെ നേരെ ഒന്ന് നടുക്കിലേക്ക് ആക്കി വെച്ചിട്ട് നമുക്ക് ആ തേങ്ങാപ്പാൽ പയ്യെ അങ്ങ് ഒഴിക്കാം. ഇനി നമ്മൾ ഫിഷ് അനക്കരുത്. ആ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് തീ ഒന്ന് കുറച്ച് വെക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഈ തേങ്ങാപ്പാലിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കാരണം ഫിഷിന് വേണ്ട ഉപ്പ് നമ്മൾ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്. ഇത് ഗ്രേവിക്ക് വേണ്ട ഉപ്പ് നമ്മൾ ആ തേങ്ങാപ്പാലിലേക്ക് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ കുരുമുളക് ആ തേങ്ങാപ്പാലിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഫിഷിൽ വീഴരുത്. ഫിഷിൽ ഓൾറെഡി നമ്മൾ കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ആ ഗ്രേവിക്ക് വേണ്ടിയുള്ള ആ കുരുമുളക് പൊടി. പിന്നെ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി. നമ്മുടെ ആ തേങ്ങാപ്പാലും ഇഞ്ചിയും കൂടി ചേരുമ്പോൾ ഒരു ഫ്ലേവറുണ്ട്, അടിപൊളി ഫ്ലേവറാണ്. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ചോപ്പ് ചെയ്ത ജിഞ്ചർ അങ്ങ് തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നത്.
എന്നിട്ട് കുറച്ചെണ്ണ ലൈറ്റായിട്ട് കുറച്ചെണ്ണ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴേക്കും ഈ തേങ്ങാപ്പാൽ നല്ല കണക്ക് കുറുകി ആ ഒരു ബട്ടർ കൺസിസ്റ്റൻസിയിലേക്ക് വരും. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാം നല്ല കണക്ക് കുറുകി വരും. അപ്പം നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാൽ ഇത് കണക്ക് കുറുകി ഈ ഒരു കൺസിസ്റ്റൻസിൽ വരും. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഗ്രേവി കൂടുതലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഓഫ് ചെയ്യാം. കുറച്ചുകൂടി തിക്കായിട്ട് വേണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നേരം വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല കണക്ക് തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ ഈസിയും വളരെ ഡിഫറൻറ്റും ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാലിൽ വറ്റിച്ച തിലാപ്പിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റ് ചെയ്യാം. എന്നാലും നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഈ സംഭവത്തിന്. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത നല്ല അടിപൊളി തിലാപ്പിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തിലാപ്പിയ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ സിമ്പിളും അടിപൊളിയും വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.